വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാത്തിരിക്കുന്നവർക്ക് രക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 20 അധ്യായം 22 വാക്യം. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് വലിയ രക്ഷയ്ക്കായി ദാവീദ് പ്രാർത്ഥിച്ചു. കർത്താവെ, എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എന്റെ എല്ലാ ശത്രുക്കളുടെയും ചെകിട്ടത്തടിച്ച് അഫക്തരുടെ പല്ലുകൾ തകർത്തു എന്ന് സങ്കീർത്തനം 3 അധ്യായം 7 വാക്യത്തിൽ പറയപ്പെടുന്നു. നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും രക്ഷിക്കാൻ കർത്താവ് തന്റെ ശക്തിയിൽ എഴുന്നേൽക്കും. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതലും രക്ഷയും ആവശ്യമാണ്. പാപത്തിന്റെ ചെളിമണ്ണിൽ നിന്നും ജഡീക സുഖങ്ങളുടെ കുഴിയിൽ നിന്നും അത് വേണ്ടിയതാണ്. എന്നാൽ ആ രക്ഷ ലഭിക്കാൻ നിങ്ങൾ ക്ഷമയോടെ കർത്താവിന്റെ കാൽക്കൽ കാത്തിരിക്കേണ്ടതുണ്ട്. എല്ലാത്തിനും ഒരു സമയമുള്ളതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അവരുടെ മക്കളുടെയും ക്ഷേമത്തിനും ഒരു കാലമുണ്ട്. എന്താണ് ആ കാലം? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഇതാ ഇപ്പോൾ സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം ആകുന്നു എന്ന് 2 കൊരിന്ത്യർ 6 അധ്യായം 2 വാക്യത്തിൽ പറയപ്പെടുന്നു. പത്രോസ് വെള്ളത്തിൽ മുങ്ങുമ്പോൾ കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ദൈവം ഉടനെ കൈകൾ നീട്ടി അവനെ ഉയർത്തി. ഇത് മത്തായി സുവിശേഷം 14 അധ്യായം 30-31 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല എന്ന് യേശയ്യാവ് 59 അധ്യായം 1 വാക്യത്തിൽ പറയപ്പെടുന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മത്തായി 1 അധ്യായം 21 വാക്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ജോർജ് മുള്ളർ വിശ്വാസത്തിന്റെ ശക്തിയാൽ 10,000-ലധികം അനാഥരെ വളർത്തി. ദൈവത്തിന്റെ കാൽക്കൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ 3 സുഹൃത്തുക്കളുടെയും രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. ആദ്യ സുഹൃത്ത് ഉടൻ തന്നെ രക്ഷിക്കപ്പെട്ടു. അടുത്ത സുഹൃത്ത് ഏകദേശം 5 വർഷത്തിനു ശേഷം രക്ഷിക്കപ്പെട്ടു. ജോർജ് മുള്ളർ മരിച്ചപ്പോൾ 3-മത്തെ സുഹൃത്ത് പൊട്ടിക്കരഞ്ഞു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഭാരം ആര് ഏറ്റെടുക്കുമെന്ന് കർത്താവിനോട് നിലവിളിച്ചു. അവൻ കർത്താവിനോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു. യാക്കോബും പോലും കരഞ്ഞു, കർത്താവെ, അങ്ങയുടെ രക്ഷയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 18 വാക്യത്തിൽ കാണാൻ സാധിക്കും. തക്ക സമയത്ത് എല്ലാം പൂർത്തിയാക്കുന്ന കർത്താവ് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ശരിയായ സമയത്ത് രക്ഷിക്കും. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല. ദൈവമക്കളെ, നിങ്ങൾ ഇനി പാപത്തിൽ ജീവിക്കരുത്. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും യേശുവിന്റെ രക്തത്താൽ കഴുകുകയും അവന്റെ വിലയേറിയ രക്ഷ സ്വീകരിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം യെശയ്യാവ് 62 അധ്യായം 1 വാക്യം. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ദാനിയേൽ 11-12 അധ്യായങ്ങൾ, വൈകുന്നേരം യൂദ 1 അധ്യായം. ആമേൻ.